BJP പ്രതിനിധി ശ്രീ ടി.പി. ജയേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഇത് ഈ നടപടിയെ എങ്ങനെ കാണുന്നു? മാത്രമല്ല, കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ള പരിശോധിക്കുമ്പോഴും BJPക്ക് ഉണ്ടായിരുന്ന ഒരു പരാതി ഈ അന്വേഷണമൊക്കെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. പത്മകുമാറിനെതിരെ അന്ന് നടപടി എടുക്കാത്തതിൽ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടും ഇടപെടാതെ ഇരുന്നതിലൊക്കെയുള്ള രാഷ്ട്രീയ വിമർശനം അന്ന് BJP ഉയർത്തിയതാണ്. ഇന്നിപ്പോൾ CPM പറയാൻ പോകുന്നത് ഞങ്ങൾ നടപടിയെടുത്തു എന്നാണ്. പക്ഷേ സസ്പെൻഷനാണ് നടപടി എന്നതാണ്. എങ്ങനെയാണ് BJP ഈ നടപടിയെ കാണുന്നത്? ഗോപികൃഷ്ണൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി വരുത്തിയ ആശങ്കകൾ, മുന്നോട്ട് വെച്ച വസ്തുതകൾ ബലപ്പെടുത്തുകയാണ് ഇന്നത്തെ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആഭ്യന്തര വിഷയമായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പ്രസക്തമാകുന്നത്, ഒന്ന്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതും, രണ്ട്, അത് കേരളത്തിലെ പൊതുജനങ്ങളെയും വിശ്വാസ സമൂഹത്തെയും ആഴത്തിൽ സ്പർശിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി നടപടിയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയാനുള്ള കാരണം, ആ പാർട്ടി മാത്രമല്ല, ഇന്ത്യയിലെ ലോകത്തുള്ള ഏത് പ്രസ്ഥാനം എടുത്താലും ആ ഏതൊരു പ്രസ്ഥാനത്തിനും അനുകൂലവും പ്രതികൂലവുമായുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ്. ജൈവശാസ്ത്രപരമായി നമ്മൾ അതിനെ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജീവിക്കാനുള്ള, മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൻ്റെ സൂചനയായിട്ടാണ് കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പലപ്പോഴും ആ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഖാവ് MV രാഘവനെ പോലെ, KR ഗൗരിയമ്മയെ പോലെ പാർട്ടിക്കെതിരായി ആര് വളർന്നാലും അതിനെ വെട്ടിമാറ്റുന്നതിൽ ഒരിക്കൽ പോലും പാർട്ടി ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളത് എതിരാളികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ അവരുടെ ഒരു നീക്കമാണ്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത്, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയവർ കളിപ്പാട്ടങ്ങളുടെ മുമ്പിൽ നിന്ന് പേടിച്ചരണ്ടുകയാണ് എന്ന് നമ്മൾ കാണുകയാണ്. നോക്കൂ, ഈ വിഷയത്തെക്കുറിച്ച് ഇത് ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് കുറ്റാരോപിതനായപ്പോൾ പ്രതിപ്പട്ടികയിൽ ചേർത്തപ്പോൾ തന്നെ പത്തനംതിട്ടയിലെയും സമീപ പ്രദേശത്തെയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ, ബഹുജനങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് വേണ്ടി മുറവിളി കൂട്ടിയതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അത് ശരിയായിരുന്നു എന്നും അത്തരമൊരു നടപടി അനിവാര്യമായിരുന്നെങ്കിൽ പാർട്ടിയുടെ ഇന്നത്തെ തകർച്ചയ്ക്ക് ഇത്രത്തോളം ആഘാതം ഉണ്ടാവുകയില്ലായിരുന്നു എന്നുമാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, വർഗ ബഹുജന സംഘടനകൾ പോലും നിഷ്കരുണം പാർട്ടിയെ വലിച്ചെറിഞ്ഞു. പക്ഷെ ഇന്ന് അല്പം വൈകിയാണെങ്കിലും പാർട്ടി നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതായിരുന്നു ഇന്ന് ഒരു വൈകുന്നേരം വരെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് താനൊരു മെയ്വഴക്കമുള്ള പാർട്ടി നേതാവാണെന്നും തൻ്റെ മുമ്പേ ചെറുവിരലനക്കാൻ, വിരൽ ചൂണ്ടാൻ ഒരു നേതാവിനും കഴിയില്ലെന്നും അവരോടൊപ്പം ചേർന്നാണ്, അവരെ കൂടി പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തൻ്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ടാവാം അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല. സുഹൃത്തുക്കളോട് പറഞ്ഞതായി പറയിപ്പിക്കാൻ ആളെ അദ്ദേഹം ഏർപ്പെടുത്തി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല, മേൽശാന്തി നിയമനത്തിൽ പോലും പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ടതിൻ്റെ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ തിരികെ ഈ വിരലുകൾ തിരിച്ച് ഭസ്മാസുരന് വരം തന്ന മാതിരി ഞാൻ അങ്ങോട്ട് വയ്ക്കും. ഞാനിതാ ഒരു ജീവചരിത്രം എഴുതാൻ പോവുകയാണ്. പാർട്ടിക്ക് മനസ്സിലായി, പാർട്ടിക്ക് പുറത്തു പോയാൽ അപകടകാരിയായിരിക്കും ഇദ്ദേഹം. അദ്ദേഹത്തെ മെരുക്കി നിശബ്ദനാക്കി ചേർത്ത് നിർത്തുന്നതാണ് ഉചിതമെന്ന് തോമസ് ഐസക്കിനും പാർട്ടി നേതാക്കന്മാർക്കും തോന്നി. അദ്ദേഹത്തെ പുറത്താക്കിയ ഒരാളുടെ ജൽപ്പനമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം പാർട്ടിയോട് പറയാതെ പറഞ്ഞത് എന്താണ്? സുഹൃത്തുക്കൾ പറഞ്ഞത് എന്താണ്? എൻ്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കൂ, എന്നെ അകറ്റി നിർത്തിയത് ആര് പറഞ്ഞിട്ടാണ് എന്ന് പറയും. ദൈവതുല്യൻ എന്ന് ഞാൻ പറഞ്ഞത് ഏത് ദേവതയാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കും. എൻ്റെ കൈവശമുള്ള കത്ത് ഞാൻ പുറത്തുവിടും. ആ കത്തിൻ്റെ കോപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കൊള്ളപ്പണം പാർട്ടി ആപ്പീസ് പോലും കെട്ടാൻ ഉപയോഗിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇതിൻ്റെ പങ്ക് പറ്റിയവൻ ഞാനല്ല. ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് കൂടാരത്തിന്റെ അടിമുതൽ മുടിവരെ തീയിട്ട് നാശോന്മുഖമാക്കി ചാമ്പലാക്കി മാത്രമേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. ആ ഭീഷണി മുമ്പിൽ പാർട്ടി ഇന്ന് വീണുവോ? പാർട്ടി ഭയപ്പെട്ടുവോ? ഊരിപ്പിടിച്ച വാളിനോടൊപ്പം കളിപ്പാട്ടങ്ങൾ കണ്ട് ഭയക്കണ്ടെടുത്തെത്തിയോ?
ഗോപികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ്. പാർട്ടിയുടെ ദൈവബിംബങ്ങളൊക്കെ കുറ്റത്തിൽ നിൽക്കുകയാണ്. അവരിന്ന് അടിമുതൽ മുടി വരെ അവർക്കെതിരായി തെളിവുകൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായും പാർട്ടി ആഗ്രഹിക്കുന്നു അത്തരമൊരു ആളെ ഇനി അങ്ങോട്ട് പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെയാണ് ഗോപികൃഷ്ണ ഞാൻ പറഞ്ഞത്, കള ചെടിയേക്കാൾ മുകളിലേക്ക് വളർന്നിരിക്കുന്നു. തിരുത്താനും തിരുത്തിക്കാനും ഉത്തരവാദപ്പെട്ടവർ, പാർട്ടിയിലെ കളകളെ പിടിച്ചു മാറ്റേണ്ടവർ, പിഴുതു മാറ്റേണ്ടവർ, കളകൾ അവർക്ക് മുകളിൽ വളർന്നിരിക്കുന്നു. കള വളർന്ന് 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 ചെടിയേക്കാൾ വലിയ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്, അടി മുതൽ മുടി വരെ മലീമസമാണ് പ്രത്യയശാസ്ത്ര പ്രസ്ഥാനം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ പുറത്തല്ല, ഈ പാർട്ടി ശത്രുക്കൾ പുറത്തല്ല, പാർട്ടിക്കകത്താണ്. വർഗ ബഹുജന സംഘടനകളുടെ തിരിച്ചറിവ് ശരിയായിരുന്നു, പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ശരിയായിരുന്നു, അവരെടുത്ത തീരുമാനം ശരിയായിരുന്നു. ഈ പാർട്ടിയെ ഇനി നന്നാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു, ആ നന്നാക്കാനുള്ള ഒരു ചികിത്സയായിരുന്നു അവർ ഇപ്പം മുമ്പോട്ട് വെച്ചത്. പക്ഷെ ഇന്ന് ആ പ്രവർത്തകന്മാരുടെ ചില സുഹൃത്ത് സംസാരിച്ചവർ പറയുന്നത് ഞങ്ങളുടെ അവസാനത പ്രതീക്ഷയും നശിച്ചിരിക്കുന്നു, കളയെ പിഴുതു മാറ്റാനുള്ള കഴിവ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, പാർട്ടി നേതാക്കന്മാരെ നിയന്ത്രിക്കുന്ന തരത്തിൽ കളകൾ വളർന്നിരിക്കുന്നു, അവരുടെ മുമ്പിൽ പാർട്ടി ചൂളിപ്പോയിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇവിടെ ഒരു കാര്യം ഇപ്പം ഞാൻ അവസാനിപ്പിക്കാം ഗോപികൃഷ്ണൻ, കേരള പോലീസ് അന്വേഷിച്ച് കുളമാക്കിയ ഈ കേസിൽ ഇന്നത്തെ സംഭവത്തോടു കൂടി ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു. നാം മനസ്സിലാക്കിയതിനേക്കാളും പഠിച്ചതിനേക്കാളും തിരിച്ചറിഞ്ഞതിനേക്കാളിലും ഭയാനകമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കകത്തുള്ള അന്തർനാടകങ്ങൾ. അല്ല, ഏതായാലും ജയേന്ദ്രൻ മാസ്റ്റർ നേരത്തെ തന്നെ BJP ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് കേന്ദ്ര അന്വേഷണമാണ്. നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലുണ്ടായിരുന്ന രാപകൽ സമരമൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. മാത്രമല്ല CAG-യുടെ പരിശോധന എല്ലാ ദേവസ്വം ബോർഡുകളിലും വേണം എന്ന ആവശ്യമൊക്കെ BJP മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഈ പത്മകുമാർ അദ്ദേഹത്തിനോട് സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന ഈ വെളിപ്പെടുത്തലുകൾ കൂടി വരുമ്പോൾ ഒരുപക്ഷെ BJP ഇത്തരം ആവശ്യങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.